ഞങ്ങളിവിടെ അൽഫാം വാങ്ങിച്ചേ. അപ്പോൾ അതിനകത്ത് മയോണൈസ് ഉണ്ടല്ലോ, അത് തിന്നപ്പോൾ തൊട്ട് പാച്ചുവിന് മയോണൈസ് വേണം എന്ന് എന്തെടുത്താലും മയോണൈസിന് വേണ്ടി വഴക്കാം. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇതിലൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന്. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഒരു 1/4 കപ്പല്ല 1/3 ബദാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടെ വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഒന്ന് കുതിരട്ടെ. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. നമുക്ക് ഈ ബദാമിന്റെ തോല് കളഞ്ഞ് ഈ കാഷ്യൂവിന്റെ കൂടെ തന്നെ ഇടാം. കുതിർന്നിട്ടില്ല ശരിക്കും, കുറച്ചുകൂടെ കുതിർന്ന് ഞാൻ കളയാൻ പറ്റുമെങ്കിൽ. ഇത് കണ്ടോ, ഇതുപോലെ തോല് കളഞ്ഞെടുക്കണം. ഒട്ടും തോലിരിക്കല്ലേ, അപ്പം തോലിരുന്ന നിറം കിട്ടത്തില്ല. അല്ലാതെ വേറെ മെത്തേഡ് ഉണ്ട് കേട്ടോ മയോണൈസ് ഉണ്ടാക്കാൻ. നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ജാർ മതി, ഒത്തിരി ഇല്ലല്ലോ. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചിടാം, കുറവ് മതിയെങ്കിൽ കുറച്ച്, അതുപോലെ ഇഷ്ടമുള്ള പോലെ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ശകലം പഞ്ചസാര, ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി ഉപ്പ്, അതും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വിനെഗർ എടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് ചേർക്കാം, നമുക്ക് പോരെങ്കിൽ വീണ്ടും ചേർക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് തികച്ച് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ അത് കൂട്ടിക്കൊണ്ടൊന്ന് ഹൈ സ്പീഡിലിട്ട് അടിക്കാം. വെള്ളം തീരെ പോരായിരുന്നു, ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. അടിക്കുമ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ ഇത് ഇത്ര അടിച്ചാൽ മതി. ഇത്തിരി കൂടെ കുറുകിയിരിക്കണമെങ്കിൽ ഒന്നുകൂടെ അടിച്ചെടുക്കണം. ഞാൻ ഒന്നുകൂടെ അടിച്ചെടുക്കാവേ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വേറൊരു മയോണൈസ് കാണിച്ചു തരാം. ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കല്ല, മണമില്ലാത്ത ഏതെണ്ണ വേണേലും എടുക്കാം. ഒലിവ് ഓയിൽ വേണേലും എടുക്കാം, സൺഫ്ലവർ ഓയിൽ വേണേലും എടുക്കാം, മറ്റേ തവിടെണ്ണയില്ലേ അത് വേണേലും എടുക്കാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി മുറിച്ചിടാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ. ഇനി ഒന്നുകൂടെ അടിക്കാം. നമ്മളിത് ആ മയോണൈസ് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ അല്പം കൂടെ ലൂസായിട്ട് അടിച്ചത്, ഒത്തിരി അല്ല, കുറച്ച്. അത് ഇതിലെടുത്ത് വെച്ചു. നിങ്ങൾക്ക് വേണേൽ കുറച്ചുകൂടെ നേരം അടിച്ചാൽ മതി, കട്ടിയായിട്ട് വേണമെങ്കിൽ. നമ്മൾ മുട്ട ചേർക്കാതെ 2 മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി തിക്കായിട്ട് അടിച്ചത്, ഇത് ഇച്ചിരി ലൂസായിട്ടും അടിച്ചത്. ഇങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള 2 മയോണൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ്ട, ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതിയേ, എളുപ്പമാണ്.